ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ തക്കുടൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇൻട്രോ എടുക്കുന്ന സ്ഥലം ഏതാണെന്ന് മനസ്സിലായത് നിങ്ങൾക്ക്? ഇതാണ് നമ്മളുടെ പുതിയ വീട്. അപ്പോൾ പുതിയ വീടിൻ്റെ ഹോം ടൂറൊക്കെ ഞാൻ കാട്ടിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇന്നത്തെ നമ്മുടെ ഹോം ടൂറാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ വീഡിയോസ് കാണാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അല്ല തക്കുടു? അയ്യോ, ഇതൊരു ചേട്ടൻ പോകണ്ട, എന്നെ നോക്കി ചിരിക്കടോ ചേട്ടൻ. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് എന്ത് കോപ്രായാവോ ഈ പെണ്ണ് കാണിക്കണ വെച്ചിട്ട് ഇവിടെ ഉള്ള ഒരു പെണ്ണ് നോക്കിക്കൊണ്ടിരിക്കട്ടെ. ഞാൻ വീഡിയോസ് എടുക്കുമ്പോൾ സത്യത്തിൽ നമ്മളിപ്പോൾ വീട് മാറിയിട്ട് അധികം ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ സാധനങ്ങൾ ഫുള്ളായിട്ടൊന്നും ഒതുക്കി വെച്ച് കഴിഞ്ഞിട്ടില്ല കേട്ടോ. കുറേശ്ശെ അവിടെ ഇവിടെ ഒതുക്കി വെച്ചിട്ടുള്ളൂ. അപ്പോൾ പറ്റാവുന്ന പോലെ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് എൻ്റെ പുതിയ വീട് കാട്ടിത്തരാമെന്ന് വെച്ചു. അപ്പോൾ ഇന്നും നാളെ ഇവിടുത്തെ പൂരമാണ് കേട്ടോ. പൂരം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര കൊട്ടും ബഹളവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ചെറുതായിട്ട് ഇപ്പോഴാണ് ഒന്ന് കൊട്ടൊക്കെ ഒന്ന് ഒതുങ്ങിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. കൊട്ട് കാരണം ഒന്നും കേൾക്കാണ്ടായിരുന്നില്ല. അപ്പം നമുക്കിനി ഞാൻ അധികം പറഞ്ഞ് വൈകിപ്പിക്കണില്ല. നമുക്ക് വീടിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളും വീട് എങ്ങനെ ഉണ്ട് എന്നൊക്കെ പറയാം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. നമ്മളുടെ ഇപ്പോഴത്തെ വീട് എങ്ങനെ ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ പുതിയ വീട്. പുതിയ വീട് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം വീടല്ല കേട്ടോ, റെൻറ്റിനാണ്. എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അറിയാമല്ലോ ഞങ്ങൾ റെൻറ്റിനാണ് താമസിക്കുന്നതെന്ന്. അപ്പോൾ കാണുമ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് വീഴാറായ വീടാണോ എന്ന് വിചാരിക്കും, പക്ഷെ ഒരിക്കലും അല്ല. നല്ല സ്ട്രോങ് ആയിട്ടുള്ള വീട് തന്നെയാണ്. അപ്പോൾ അത് എങ്ങനെയാണൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ളത് കാട്ടിത്തരാട്ടോ. ഇതിപ്പോൾ പുറം വശമാണ് കേട്ടോ വീടിൻ്റെ. അപ്പോൾ ഇതിന് 4000 രൂപയാണ് റെൻറ്റ് വരണ്ട്. അപ്പോൾ ഈ വീട്ടിലേക്ക് കടക്കാനുള്ള വഴിയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഇതും, ഈ 2 വഴിക്കൂടിയും ഈ വീട്ടിലേക്ക് കടക്കാം. പിന്നെ വീടിൻ്റെ അടുത്ത് തന്നെ കണ്ട ഒരു കടയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ടിങ്ങനെ ഇറങ്ങിയാൽ മതി, അപ്പോൾ തന്നെ കടകളുണ്ട്. കടയിൽ പോയിട്ട് തക്കൂട് ഇതപ്പോൾ ഒരു സിപ്പപ്പ് വാങ്ങിച്ച് തിന്നുന്നുണ്ട്. നോക്കട്ടെ തക്കൂട് സിപ്പപ്പ്, ഒരു വെറൈറ്റി ആയിട്ടുള്ള സിപ്പപ്പ് കേട്ടോ. ഞാൻ അതിലിട്ട് കണ്ടിട്ടില്ല ഇങ്ങനത്തെ സിപ്പപ്പ്. കണ്ട ഒരു കുപ്പീൻ്റെ ഒക്കെ മോഡൽ ലിച്ചീൻ്റെ കേട്ടോ. അപ്പോൾ തക്കൂട് അതിരുന്ന് കഴിക്കേണ്ട കടയിൽ പോയി വാങ്ങിച്ചിട്ട്. അപ്പോൾ ഇത് കുറേ കൊല്ലം പഴക്കമുണ്ട് കേട്ടോ വീടിന്. അപ്പോൾ ഇവിടുത്തെ മക്കളും പേരമക്കളൊക്കെ വേറെ വീടൊക്കെ വെച്ച് പോയി. അപ്പോൾ ഈ തറവാട് ഇങ്ങനെ വെറുതെ പൂട്ടിയിടണ്ടല്ലോ വെച്ചിട്ട് അവരിങ്ങനെ റെൻറ്റിന് കൊടുക്കുക കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇവിടെ പൂരാണെന്ന്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കൊട്ടിൻ്റെ ശബ്ദമൊക്കെ ഇവിടെ കേൾക്കാട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീടിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഈ വഴിക്കോടെ നമുക്ക് വീട്ടിലേക്ക് കടക്കാൻ പറ്റും, ഇപ്പുറത്തെ വഴിക്കോടെയും കടക്കാൻ പറ്റും. നമുക്ക് തൽക്കാലം ഈ വഴിക്കോടെ കടക്കാം. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ കണ്ട ഒരു പടിപ്പുര പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അത് പണ്ടത്തെ വീടായതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ പഴയ ടച്ചാണ് കേട്ടോ. ഇതിൻ്റെ കുറേ മോഡൽസൊക്കെ ഭയങ്കര പഴമയായിട്ട് തോന്നും. പിന്നെ നമുക്ക് കയറി വരുമ്പോൾ ഈ പടിപ്പുര ഉണ്ട് പറഞ്ഞില്ലേ, ഈ പടിപ്പുരേൻ്റെ 2 വശത്തും അങ്ങനെ 2 റൂം പോലെ ഉണ്ട് കേട്ടോ, ഒരു കാർ പൗച്ച് പോലൊക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് വണ്ടികളൊക്കെ വെക്കാം കേട്ടോ. അങ്ങനത്തെ ഒരു സ്പേസ് ആയിട്ടാണ് ഇവിടെ ഞങ്ങൾ എടുത്തേക്കുന്നത്. ഇവിടെ ഓൾറെഡി ഒരു വണ്ടി ഉണ്ട്, ഇത് ഈ വീടിൻ്റെ ഓണറിൻ്റെ വണ്ടിയാണ്. പിന്നെ നമ്മൾ വാഷിംഗ് മെഷീൻ ഒന്നും ഫിറ്റ് ചെയ്തിട്ടില്ല, നമ്മൾ വന്നിട്ട് ഇപ്പോൾ അധികം ആയിട്ടില്ലല്ലോ. അപ്പോൾ വാഷിംഗ് മെഷീൻ ഫിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഫിറ്റ് ചെയ്യണം. ബാക്കിയൊക്കെ കുറേയൊക്കെ ഒതുക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടികളൊക്കെ ഇവിടെയാണ് വെക്കുക. പിന്നെ നമ്മുടെ ഇപ്പുറത്തെ സൈഡ് നമ്മുടെ പൂച്ചക്കുട്ടന്മാരുടെ സൈഡാണ് കേട്ടോ. മീനുകൾ, പൂച്ചകൾ, അങ്ങനത്തെ ഒക്കെ നമ്മുടെ വളർത്തുമൃഗങ്ങളുടെ ഒക്കെ ഒരു സെക്ഷനായിട്ടാണ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അവരിനൊന്ന് പോയി കാണാം കേട്ടോ, അവരുടെ വിശേഷങ്ങളൊക്കെ എന്തായെന്ന്. പൂച്ചനെ പ്രസവിച്ചതിന് ശേഷം നിങ്ങൾ പിന്നെ കണ്ടിട്ടില്ലല്ലോ വീഡിയോയിലൊന്നും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? പുതിയ വീട് ഇഷ്ടപ്പെട്ടോ? ആന്നാ? പൂച്ചയും പൂച്ചക്കുട്ടികളും കൂടെ സേഫ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൂച്ചക്കുട്ടികളെ ഇടയ്ക്കൊന്ന് കുളിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇന്നലെ ഒന്ന് കുളിപ്പിച്ചിട്ട് കെടുത്തിയേക്കാട്ടെ ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇവിടെ വേറെ പൂച്ച ഉണ്ട്. ഈ പൂച്ചയുടെ ഭർത്താവാണ് കേട്ടോ ഈ പൂച്ച. അപ്പോൾ കുട്ടികളായതിനു ശേഷം അമ്മ പൂച്ചയും കുട്ടികളെ കൂടി ഒരു കൂട്ടിലാണ് കിടക്കുക. പിന്നെ അടിയത്തെ കള്ളിയിലും പൂച്ച ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇക്കാൻ്റെ വീട്ടിലേക്ക് ഇന്നലെ കൊണ്ടുപോയി. ഒരു പൂച്ചയും കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമ്മുടെ മീനുകൾക്കുള്ള സ്ഥലമാണ്. നമ്മുടെ കുറേ മീനുകൾ ചത്തു കിട്ടുക. കാരണം നമ്മൾ ഈ വീട്ടിലേക്ക് മാറിയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ ടാങ്കിയിലേക്ക് മീൻ മാറ്റിയത്. അപ്പോൾ 2-3 ചത്തിട്ടുണ്ടായിരുന്നു. അല്ലേ തക്കുടു? നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇതാണ് കയറി വരുമ്പോഴുള്ള ഒരവസ്ഥ എന്ന് പറയുന്നത്, ഈ പടിപ്പുര കടന്ന് വരുമ്പോൾ. പിന്നെ നമുക്ക് ഈ വീടിൻ്റെ മുറ്റത്ത് തന്നെ കാണാൻ പറ്റുന്ന നല്ലൊരു സംഭവമാണ്. ശരിക്കും നല്ല രസമാണ് കാണാൻ. പിന്നെ അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. വീട്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ ഇവിടെ നല്ല തണൽ കിട്ടാൻ വേണ്ടി ചുറ്റോറം മരങ്ങളുണ്ട് കേട്ടോ ഈ വീടിൻ്റെ
ചുറ്റുഭാഗം മരങ്ങളുണ്ട്. ഇവിടെ കണ്ട പുളിയുണ്ട്, നമ്മൾക്ക് നല്ല ഉണങ്ങിയ പുളികൾ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നിറച്ച് പുളികൾ വീണ് കിടക്കും. ഞാൻ ഇതൊക്കെ പറക്കിയിട്ടാണ് കൂട്ടാനൊക്കെ വെക്കുക കേട്ടോ. അപ്പോൾ പുറത്തുനിന്ന് പുളി വാങ്ങേണ്ടി വരാറില്ല. ഇവിടുത്തെ പുളികൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, നിറച്ചിങ്ങനെ ഉണങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ മരങ്ങളുള്ളതുകൊണ്ടൊക്കെ നല്ല തണവുണ്ട് കേട്ടോ വീടിന്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാവൽമരാട്ടോ ഈ ഫ്രണ്ടിൽ നിൽക്കുന്നത്. ഇതിന് മുകളിൽ ഇഷ്ടം പോലെ ഞാവൽപ്പഴം വീണ് കിടക്കുന്നുണ്ട് കണ്ട നിലത്തൊക്കെ. ഇതൊക്കെ ഞാവൽപ്പഴാട്ടാ. സാധാരണ മുന്നേ താമസിച്ചിരുന്ന വീട്ടിലൊക്കെ നമ്മൾ പറക്കാൻ പോകാറുണ്ട് ഞാവൽപ്പഴം ഓരോ സ്ഥലത്തേക്കും. ഇത് നമുക്ക് പറക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല, വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് ഞാവൽപ്പഴം. പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി അടിച്ച് വരേണ്ടി വരും. ഈ ടൈലിൻ്റെ മുകളിലൊക്കെ വീഴുന്നുണ്ട് കേട്ടോ ഞാവൽപ്പഴം. അപ്പം ഒരു കറ പോലെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ പുറത്തുനിന്ന് പോകുമ്പോൾ ചെരുപ്പിടാണ്ട് കയറി പോകുമ്പോൾ ഈ ഞാവൽപ്പഴം ചവിട്ടിയിട്ട് ടൈലിൻ്റെ മുകളിലൊക്കെ ആകെ കറയാവാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഡ്രസ്സുകളൊക്കെ തിരുമ്പി തോരടുമ്പോൾ അതിൻ്റെ മുകളിലും ചെറുതായിട്ട് വീഴാറുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഡ്രസ്സൊക്കെ ഞാൻ ബാക്ക് സൈഡിലാണ് കേട്ടോ കഴുകിയിട്ട് മിക്കവാറും ഇടാറ്. ഇപ്പോൾ ബാക്ക് സൈഡിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ ഇപ്പോൾ പുതപ്പുകളൊക്കെ തോരട്ടേക്കാന്ന് മാത്രം. നല്ല വലിയ കുഴപ്പമില്ല, നല്ല തണലുണ്ട് കേട്ടോ മരങ്ങളുള്ളതുകൊണ്ട്. അത് നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല, നല്ല തണലുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാട്ടോ. ഇനി ഉള്ളിലേക്ക് കയറിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാട്ടിത്തരാം. ഓക്കെ, വാ തക്കൂട്ട് പോവാം. വീട് ഫുള്ള് ടൈലൊക്കെ ഇട്ടിട്ടാട്ടാ, നല്ല വീടാണ്. ടൈലൊക്കെ ഇട്ടിട്ട് നമുക്ക് നല്ല ഇഷ്ടമാവും എല്ലാവർക്കും. റെൻറ്റിനുള്ള വീടൊക്കെ അങ്ങനെ ടൈലിട്ടത് കിട്ടുക പറയുമ്പോൾ ഇവിടെ പിന്നെ ഫാനിൻ്റെ ശബ്ദം ഉണ്ടാവും കേട്ടോ. ഇവിടെ ഉണ്ണി കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഫാനിൻ്റെ ശബ്ദമാണ് ഇങ്ങനെ ഭയങ്കര ഒച്ച കണ്ട. 2 റൂമാട്ടെ ഈ വീടിനുള്ളത്. ഇതൊരു റൂം, അപ്പുറത്തൊരു റൂം, ഇങ്ങനെ 2 റൂമാണുള്ളത്. അപ്പോൾ ഞങ്ങൾ റൂമിലൊന്നല്ല കിടക്കാറ് കേട്ടോ, ഞങ്ങൾ ഹോളിലാണ് കിടക്കാറ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കിടക്കൊക്കെ എടുത്തിട്ട് ഹോളിൽ വെച്ചേക്കട്ടോ. അപ്പോൾ ഈ കട്ടിലിൻ്റെ മുകളിൽ തുണികളൊക്കെ കൊടുന്നിട്ടേക്കാണ് ഞാൻ. അപ്പോൾ ബാക്ക് വശത്തു നിന്നൊക്കെ എല്ലാ തുണികളും കൊടുന്നിട്ട് ഇവിടെ ഇട്ടേക്കാണ് മടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ തന്നെ ഇങ്ങനെ ഒരു ഇത് ഷോക്കേസ് പോലെ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ലൈറ്റ് ഇല്ല കേട്ടോ, ഈ റൂം ഞങ്ങൾ കിടക്കാറൊന്നുമില്ല, അതുകൊണ്ട് ഇവിടെ ലൈറ്റ് ഒന്നും വെച്ചിട്ടില്ല. ഇവിടെ ഫാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ റൂം ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ ഇവിടെ ലൈറ്റ് ഒന്നും ഇടാത്തത്. അപ്പോൾ ഇവിടെ റിച്ചൂസിൻ്റെയും തക്കുടൂസിൻ്റെ ഇങ്ങനെ പെട്ടികളും കാര്യങ്ങളൊക്കെ ഇല്ലേ, ഡ്രസ്സുകളൊക്കെ ഉള്ളത്, അതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു റൂം കേട്ടോ, കുഴപ്പമില്ല, അത്യാവശ്യം നല്ല റൂമാണ്. മുകളിൽ കണ്ട ഇങ്ങനെ ഇതിട്ട് ഒരു തട്ട് പോലുള്ള സംഭവം ഇട്ടിട്ടുണ്ട്. എന്തതിന് പറയൂലോ, എന്തോ ഒരു സംഭവം പറയും, അത് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിൽ വേറെ റൂം, ഇത് മുൻവശാട്ടാ. മുൻവശത്ത് നമുക്ക് ആരെങ്കിലുമൊക്കെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് കസാരയൊക്കെ ഇട്ടിട്ടുണ്ട്. സാധാരണ കസാരയുമ്പോൾ തുണിയോളാണ് ഇരിക്കാറ് പതിവ്. അപ്പോൾ തുണികളൊക്കെ ഇപ്പോൾ ആ റൂമിലേക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട്. കസാര ഫ്രീ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിത് വേറെ റൂം, ഈ റൂമിൽ ലൈറ്റ് ഉണ്ട് കേട്ടോ. റൂമിൽ ലൈറ്റ് ഇട്ടിട്ട് കാട്ടിയാൽ ശരിക്കും പോലെ. അതാ ഇവിടെയാണ് അലമാരകളൊക്കെ ഇട്ടേക്കണത് കേട്ടോ. ഇത് ഒരു അലമാര, ചെറിയ അലമാര. ഇതിൽ ഫുള്ള് ഇക്കാൻ്റെയും റിച്ചുവിൻ്റെയും തക്കുടിൻ്റെ ഒക്കെയാണ് ഈ സെക്ഷനിൽ, ഈ ചെറിയ അലമാരയിൽ. ഇതിൽ ഫുള്ള് എൻ്റെ ഡ്രസ്സാണ് കേട്ടോ. ഈ അലമാര മൊത്തം എൻ്റെ ഡ്രസ്സാണ്. അപ്പോൾ ഇതാണ് വേറൊരു റൂം. ഇവിടെ കണ്ണാടിയൊക്കെ ഉണ്ട്, കണ്ണാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഈ വീട്ടിലുണ്ടായിരുന്നതാട്ടോ, മുന്നേ ഉണ്ടായിരുന്നതാണ്. നമ്മൾ വരുമ്പോൾ ഞങ്ങൾ വെച്ച കണ്ണാടിയൊന്നുമല്ല. പിന്നെ ഈ വീട്ടിലും ഒരു കബോർഡ് പോലെ ഉണ്ട്. ഇവിടെ നമ്മൾ അല്ലറ ചില്ലറ സാധനങ്ങൾ വെച്ചേക്കാണ്. പിന്നെ കുട്ടികളുടെ ഡ്രസ്സ് അങ്ങനെയുള്ള സംഭവമൊക്കെ വെച്ചേക്കാണ്. സത്യത്തിൽ നമുക്ക് ഇങ്ങനെ റൂമുള്ളതുകൊണ്ട് തന്നെ കുറേ സാധനങ്ങൾ വെക്കാം. നമുക്ക് ഓരോ വേണ്ടതും വേണ്ടാത്തതൊക്കെ എടുത്ത് വെക്കാം. പിന്നെ നമ്മളിങ്ങനെ ഇവിടുന്ന് കയറി വന്ന നെക്സ്റ്റ് ഉള്ളതാണ് ഹോള്. പിന്നെ ഇവിടുത്തെ ലൈറ്റ് ഇട്ട് കാട്ടിത്തരാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഹോള് വരുന്നത്. അത്യാവശ്യം നല്ല വലിയ ഹാളാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഞാനും ഇക്കായും തക്കൂടും റിച്ചും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇവിടെ കേട്ടോ കിടക്കുക. കാരണം ഇവിടുത്തെ ഫാന് ഭയങ്കര സ്പീഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവരും കൂടിയിട്ട് ഇവിടെയാണ് കിടക്കുക. 2 കിടക്കിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടിയിട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കിടക്കുകളൊക്കെ ഇതാ ഈ സൈഡിൽ വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വിസ്താരമൊക്കെ ഉള്ള ഹോളാണ്. ഇവിടെയും 2 ഫാൻ ഉണ്ട് കേട്ടോ. കണ്ട് ഇവിടെ 2 ഫാനുണ്ട്. ഞങ്ങൾ കൊടുന്ന ഫാന് ഫിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതൊക്കെ ഈ വീട്ടിലുള്ള ഫാനാണ്. ഞങ്ങൾ കൊടുന്ന ഫാൻ ഇനി ഫിറ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ തന്നെ ഹോളിൽ തന്നെ ഈ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ സംഭവം ഇല്ലേ, പത്തായും അങ്ങനെയൊക്കെ പറയില്ലേ, അരി സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ, അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതവർ ഓൾറെഡി ലോക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് തുറക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതിന് നല്ല പഴക്കമുള്ള സംഭവങ്ങളാട്ടോ ഇതൊക്കെ. അപ്പോൾ പണ്ടത്തെ ഉള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ, മോളിക്ക് ഒരു മച്ച് പോലെ. അപ്പോൾ ഞങ്ങൾ എന്ത് കാട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ തക്കുടിൻ്റെ കുറേ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലേ, വീടിൻ്റെ ഉള്ളിൽ ഫുള്ളാണ് കളിപ്പാട്ടാണ് ഉണ്ടാവാറ്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ പറക്കി ഈ മച്ചിൻ്റെ മുകളിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഓരോ സാധനങ്ങൾ എടുത്ത് വെക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇത് നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. ഇത് ഇവിടെ നിന്ന് നോക്കിയാൽ ഹോള് കാണാം.
ഈ മച്ചിൻ്റെ അടിയിലായതുകൊണ്ട് തന്നെ ഭയങ്കര തണവുണ്ട് കേട്ടോ. കാരണം വെയിലൊക്കെ ഈ മച്ചിൻ്റെ മുകളിൽ വന്ന് പിന്നെയാണ് ഈ താഴത്തേക്ക് എത്തുള്ളൂ. അപ്പോൾ നമുക്കെല്ലാം തണവൊക്കെ ഉണ്ട് ഈ ഹോളിൽ കേട്ടോ നന്നായിട്ട്. നമുക്ക് അടുക്കള വശം കാണാം കേട്ടോ. ഇതാണ് നമ്മുടെ അടുക്കള ഭയങ്കര ചെറുതാണ് കേട്ടോ. എന്നാലും എനിക്കൊക്കെ കുഴപ്പമില്ല, ഞാൻ ഒരാളല്ലേ ഉള്ളൂ, എനിക്ക് കുക്ക് ചെയ്യാനൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് അടുക്കള വരുന്നത്. ഇത് കുടിവെള്ളം കൊടുന്ന് വെച്ചേക്കുക കേട്ടോ കുടത്തിൽ. പിന്നെ നമുക്ക് ഇവിടെ ഈ സ്റ്റാൻഡ് വെക്കാം, ഇവിടെ ആണിയൊന്നും തറയ്ക്കാൻ പറ്റില്ല, ഇതിൻ്റെ മുകളിലൊക്കെ ടൈലായതുകൊണ്ട്. അപ്പം ഞാൻ 2-3 കയറൊക്കെ വെച്ച് കെട്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ ഇവിടെയും കുറേ കബോർഡുകളുണ്ട് കേട്ടോ. കണ്ട നമുക്ക് എന്തെങ്കിലും പാത്രങ്ങളൊക്കെ വെക്കാം. പക്ഷെ ഇതിൻ്റെ ഉള്ളത് ഞാനൊന്നും വെച്ചിട്ടില്ല കേട്ടോ. കാരണം ഇതിൽ വെക്കാനുള്ള അത്രയ്ക്കുള്ള പാത്രങ്ങളൊന്നും ഇല്ല. അവിടെ കുറച്ച് പാത്രമൊക്കെ ഉള്ളൂ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ ഞാൻ ഉള്ള പാത്രങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് വെച്ചേക്കുന്നത്. ഇതും 2 കബോർഡാട്ടോ മുകളിലും അടിയിലൊക്കെ. നമുക്ക് പാത്രങ്ങളും അതുപോലെ പൊടികൾ, മല്ലിപ്പൊടി, മുളക് പൊടി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാം. പിന്നെ ഇവിടെ അടുപ്പുണ്ടായിരുന്നു. ഈ അടുപ്പ് അവർ യൂസ് ചെയ്യാറില്ല. ഞങ്ങൾ വരുമ്പോൾ തന്നെ ഇവിടെ കണ്ട ഈ സംഭവം ഒരു പലക ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടുപ്പ് പിന്നാമ്പുറത്ത് സെപ്പറേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഗ്യാസ് കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത്. ചെറിയൊരു അടുക്കളയാണ്, കുഴപ്പമൊന്നുമില്ല, എനിക്കിഷ്ടമായിട്ടാ. ചെറിയ അടുക്കളയിൽ നല്ല രസമുണ്ട് കാണാം. പിന്നെ നമ്മൾ അടുക്കളേൻ്റെ ഇവിടെ തന്നെ വേറൊരു വടക്കേരിയ പോലെ ഉണ്ട് കേട്ടോ. അവിടുത്തെ ലൈറ്റ് ഇട്ട് കാട്ടിയാലും ചെറിയൊരു നമുക്ക് ഫുഡൊക്കെ കഴിക്കാം, ഡൈനിങ് ഹാള് പോലെ അങ്ങനെയൊക്കെ പറയാം. ബാത്റൂം ഉണ്ട്. ബാത്റൂം തുറക്കണ്ട, എല്ലാവരുടെ വീട്ടിലും ബാത്റൂം ഉണ്ട്. അതേപോലെ ഇവിടെയും ബാത്റൂം ഉണ്ട് കേട്ടോ. അടക്കി ബാത്റൂമിൽ ഇൻവെർട്ടറൊക്കെ ഉണ്ട് കേട്ടോ. അവർ കൊടുന്ന് വെച്ചതാണ് ഇൻവെർട്ടർ. നമ്മുടെ എല്ലാ കുറേ സാധനങ്ങൾ ഇവിടെ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു ചെറിയൊരു ഹോൾ പോലെ കണ്ടു. ഇവിടെ നിന്ന് നോക്കിയാൽ മുമ്പാരൊക്കെ കാണാം നമുക്ക്. പിന്നെ നമുക്കിങ്ങനെ ഈ വാതിൽ തുറന്നു കഴിഞ്ഞാൽ ബാക്ക് സൈഡിലേക്കാണ് കേട്ടുള്ള സ്ഥലം. ഈ വാതിലും തുറക്കണം, ഈ ഗ്രില്ലും തുറക്കണം. നല്ല സേഫ്റ്റി ആയിട്ടാണ് ഒരു വീടിൻ്റെ വാതിലൊക്കെ വെച്ചേക്കുന്നത്. കണ്ട ഗ്രില്ല്, ഈ വാതിൽ പൊട്ടി പെട്ടെന്ന് ഇങ്ങനെ ആരെങ്കിലും വന്ന് തുറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രില്ലും ഉള്ളത്. അപ്പോൾ ഇതൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് സൈഡിലേക്കാണ് പിന്നെ പോവുക. ബാക്ക് സൈഡിൽ പോയി കഴിഞ്ഞാൽ കണ്ട് ഇവിടെയാണ് അടുപ്പ്. എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഈ അടുപ്പിൻ്റെ ഏരിയ പറയുന്നത്. കാരണം നമുക്ക് നല്ല വിശാലമായി ഇരുന്നിട്ട് കുക്ക് ചെയ്യാം. കണ്ട കുറേ നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ. നമുക്ക് 2 ദിവസമായിട്ട് ഞാനിപ്പോൾ ഇവിടെ കേട്ടോ ചോറ് വെക്കുന്നത്. ബാക്ക് സൈഡിൽ അടുപ്പൊക്കെ നല്ല വലിയ അടുപ്പാണ് കേട്ടോ. നമുക്കിപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുറേ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. കണ്ട നല്ല തണലൊക്കെയാണ്, ഫുള്ള് മരങ്ങളാണ് കണ്ട. ചുറ്റോറം നല്ല മരങ്ങളും ഉണ്ട്. പിന്നെ മുകളിൽ ഇവർ ഈ ഷെഡ് പോലെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തണവുണ്ട് കേട്ടോ. നമുക്ക് വെയിലത്തൊന്നും ഇരുന്നിട്ട് ചോറൊന്നും വെക്കണ്ട. അപ്പോൾ ഇതാണ് ബാക്ക് സൈഡ്. പിന്നെ കണ്ട നല്ല മുറ്റുണ്ട്, ഫ്രണ്ടിലും നല്ല മുറ്റുണ്ട്, ബാക്കിലും ഉണ്ട്. എനിക്ക് മുറ്റം അടിക്കാൻ വലിയ ഇഷ്ടമില്ല, എന്നാലും മുറ്റം അടിച്ചേ പറ്റൂ. ഇവിടെ തക്കുടിൻ്റെ സൈക്കിൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബാക്ക് സൈഡ്. പിന്നെ ഇവിടെ ഇവരുടെ തന്നെ കുറേ കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പൈനാപ്പിൾ കൃഷിയൊക്കെ ഉണ്ട്. പാമ്പ് വരുമോ എന്നറിയില്ല. പൈനാപ്പിൾ ഉള്ളിടത്ത് പാമ്പ് വരുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പൈനാപ്പിളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഇവിടെയൊക്കെ പൈനാപ്പിളൊക്കെ ഉണ്ടായി നിൽക്കണമൊക്കെ ഉണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡിലും ഒക്കെ ഇങ്ങനെ ഇവരെ കൃഷികളാണ് കണ്ട. മുളക് തൈ, പിന്നെ കണ്ട ജാതിക്ക. പിന്നെ ഇവിടെയും 2 ബാത്റൂം ഉണ്ട് കേട്ടോ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി. ബാക്ക് സൈഡിൽ ഇവിടെയാണ് തിരുമ്പണ കല്ല് വരുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ചുറ്റുഭാഗം. ഇതാ നമ്മുടെ വീട്. ഞാവൽമരം ഫുള്ള് മരങ്ങളാണ് കേട്ടോ. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെയും കുറേ പയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാ കട, അത് കാണുതാട്ട കട. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കട ഉണ്ട് പറഞ്ഞില്ലേ, ആ കടയാണത്. ഇന്നിവിടെ പൂരം ആയതുകൊണ്ട് തന്നെ എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലും വിളക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അവർ. മറ്റേ ഈ പറ വരാൻ എന്തൊക്കെ പറയില്ലേ, അതേപോലെ വിളക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാ വീടിൻ്റെയും ഫ്രണ്ടിൽ. ഇവിടെ ചുറ്റുഭാഗം വീടുകളൊക്കെ ഉണ്ട് കേട്ടോ, നിറച്ച് വീടുകളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും എന്നെ തന്നെ നോക്കി വെക്കുന്നത് എന്താ സംഭവിച്ചിട്ട്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ യൂട്യൂബ് ചാനലുണ്ട് എന്നൊന്നും. അപ്പോൾ എല്ലാവരും എന്നെ നോക്കി വെക്കട്ടെ എന്താ സംഭവം, എന്താ ചെയ്യണമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഹോം ടൂറ്. എൻ്റെ ഈ ഒരു ചെറിയൊരു ഹോം ടൂർ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ പുതിയതായിട്ടുള്ള വന്നിട്ടുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. പിന്നെ വീടൊക്കെ എങ്ങനെ ഉണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.